ഇന്നോവ ക്രിസ്റ്റയിലെ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നൊരു കളറാണ് വൈറ്റ്. വൈറ്റിൽ 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമായിരുന്നു. കേരളത്തിൽ നമ്പർ ആയപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ്, മേജർ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത വാഹനമാണ്. കിലോമീറ്റർ ഓടിയിൽ 2,14,000 കിലോമീറ്ററാണ്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണുള്ളത്. ഇതൊരു 7 സീറ്റ് വാഹനമാണ് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80% 4 ടയർ ഭാഗങ്ങളും വരുന്നുണ്ട്. 12 ലക്ഷം IDVയിലെ പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഒരു 2 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും കേട്ടോ. ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടേജ് ഭാഗത്തൊന്നും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുമില്ല. ഓൺലി ഡിക്കി ഒരു ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. ഡിക്കിമ്മ ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. വേറെ ആക്സിഡൻറ്റോ ഫ്ലഡോ മേജർ കംപ്ലൈൻറ്റുകളോ ഇല്ലാന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കട്ടോ. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് പക്ക കണ്ടീഷനാണ്. ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്യാത്തൊരു വാഹനം തന്നെ കേട്ടത്. 2016 മോഡലിൽ ലാസ്റ്റാണ് വരുന്നത് കേട്ടോ. പുതിയ ഇൻഷുറൻസ് എടുത്ത വാഹനമാണ്. ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത്. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലൈനപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓവർ ഡെൻറ്റിങ് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടച്ചപ്പ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഒരു 80%, ബാക്ക് ഒരു 50% ടയർ ഭാഗങ്ങൾ വരുന്നത്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, സെൻസർ വരുന്നുണ്ട്, ഡിക്കി കാര്യങ്ങളൊക്കെ പക്കയാണ്. നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഹാൻഡിൽമേൽ ക്രോം വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വിൻഡോ ഗാർണിഷുമേ നമ്മൾ ക്രോം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്കയാണ് ഈ സൈഡ് നോക്കുകയാണെങ്കിലും. അതേപോലെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇൻറ്റീരിയർ ഭാഗം തന്നെയാണ് കേട്ടോ. 16 മോഡൽ G4 ആണ് വരുന്നത്. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്. സീറ്റ് കവേഴ്സും നല്ല വൃത്തി തന്നെ ഉള്ളത്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത സീറ്റ് കവറാണ് കേട്ടോ. അതേപോലെ നമുക്ക് ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. റൂഫ് കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനം തന്നെയാണ്. ഏറ്റവും ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും സീറ്റ് കവേഴ്സൊക്കെ പക്കയാണ്. ഈ ഒരു ഡിക്കി കമ്പനിയിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും കാണിക്കാൻ കഴിയില്ല. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ബോഡി കാര്യങ്ങളൊന്നും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് വരുമ്പോഴേ ആ പ്രോണിൻ്റെ സൈഡ് എൻജിൻ ഭാഗമൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങൾ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് മേജർ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷൻ നമ്മൾ തരുന്നതാണ്. ഇപ്പോൾ 2016 മോഡൽ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പർ ആയ വാഹനം കേട്ടോ. നിങ്ങൾക്ക് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലൊക്കെ ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഒരു 2-2.5 ലക്ഷം റുപ്യൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ബാക്കി ഫിനാൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 13,35,000 രൂപയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.